ജീവൻ രാജിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയല്ലേ അതിൽ നിന്ന് പിന്മാറിയത്? അത് പിന്നെ സാർ, അവന്റെ റിസൾട്ട് വന്നപ്പോ PGക്ക് അവന് കോളേജിൽ ഫസ്റ്റ് റാങ്കും യൂണിവേഴ്സിറ്റി തലത്തിൽ 7ാമത്തെ റാങ്കും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഞാനൊരു അധ്യാപകനായിരുന്ന ആളായതുകൊണ്ടാവാം അവൻ തെറ്റുതിരുത്തി പഠിച്ചൊരു നിലയിലെത്തുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു പോയി. മാഷ് അങ്ങനെ ചെയ്തത് വലിയ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആവണമെന്നില്ല മാഷെ കാര്യങ്ങൾ. ഒരിക്കൽ ചീറ്റ് ചെയ്തവനെ മാഷിന്റെ മോള് രക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോ മാഷ് ഒന്ന് ചിന്തിക്കണമായിരുന്നു. അവള് പറഞ്ഞിട്ടാണല്ലോ അവന്റെ കേസ് പിൻവലിക്കുന്ന കാര്യം മാഷ് ആദ്യം ആലോചിച്ചത്. അതെ, അവൾ അന്ന് പറഞ്ഞത് അവന് ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ കോടതിയിൽ കേസ് പാടില്ലെന്ന്. അതിലപ്പുറമായിട്ട് അവർ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ. മഞ്ചാടിയവൻ പലതും പറഞ്ഞ് മയക്കെടുത്തതാണ് സാർ. അല്ലാതെ അവൾക്കൊരിക്കലും ഞങ്ങളൊക്കെ മറന്ന് അവനൊപ്പം പോകാൻ പറ്റില്ല. അവനവന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെയൊക്കെ രഘു പറയുന്നത്. പോലീസിന് മറുഭാഗം കൂടി കേട്ടാലല്ലേ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. ജീവൻ രാജ് മഞ്ചാടി എന്ന മാളവികയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പരാതി. അവന്റെ പേരില് നേരത്തെ ഒരു കേസ് ഉള്ളതുകൊണ്ട് മാഷിന്റെ പരാതി ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ ഗൗരവത്തിൽ തന്നെ ഞാൻ അന്വേഷിക്കാം. പക്ഷേ പോലീസ് അവരെ കണ്ടെത്തുമ്പോഴേക്കും ലീഗലി അവർ മാരേജ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രജിസ്റ്റർ മാരേജിന് അവർ ശ്രമിച്ചതാണ് സർ. പക്ഷേ ഞങ്ങളത് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം പുഴക്കര ദേവീക്ഷേത്രത്തിൽ വെച്ച് അവരെ കല്യാണം നടത്താനും ശ്രമിച്ചു. അതും നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ? ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു സർ. താലികെട്ടൊന്നും അവിടെ വെച്ച് നടന്നില്ലെന്നാ അറിഞ്ഞത്. പക്ഷെ നിങ്ങൾ ഇത്രയൊക്കെ അവരെ ഫോളോ ചെയ്തിട്ടും രണ്ടുപേരെയും അവിടുന്ന് കൈയോടെ പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണല്ലോ. സാർ, അവരെ സംരക്ഷിക്കുന്നത് തുരുത്തിലൊരു ഗ്യാങ്. തുരുത്തിനെ കുറിച്ച് സാറിന് അറിയാലോ. അവിടെയുള്ളവർ അഭയം കൊടുത്ത ആരെയും പുറത്തുനിന്ന് പോയി ബലമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല സാർ. എന്തിനാ നിങ്ങൾ പോയി ബലപ്രയോഗം നടത്തുന്നത്? അതിനൂടെ പോലീസില്ലേ? ഈ പരാതി മാഷിന് കുറച്ച് നേരത്തെ തരായിരുന്നില്ലേ? ശരിക്കും ഈ സംഭവങ്ങളെല്ലാം ഞാൻ അറിയുന്നത് ഇന്നാണ് സാർ. എന്നെ ഇവരാരും ഇതുവരെ ഒന്നും അറിയിച്ചിരുന്നില്ല. മഞ്ചാടി ജീവൻ രാജ് എന്ന പയ്യനോട് അല്പം താല്പര്യം കാണിക്കുന്നുവെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അവളെ അവളുടെ കുഞ്ഞമ്മയോടൊപ്പം സിംഗപ്പൂരിലേക്ക് പഠിക്കാനായി വിടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോയാൽ അവളുടെ ഭാവി സുരക്ഷിതമാകും, അവളുടെ ജീവിതം രക്ഷപ്പെടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. സർ, പ്ലീസ് എൻ്റെ മകളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരണം സാർ. അവൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പോൾ അവൾ പഠിക്കേണ്ട സമയമാണ്. എൻ്റെ മകള് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെ അവളെ സംരക്ഷിക്കേണ്ട കടമ അച്ഛനായ എനിക്കുള്ളതാ. ഒരച്ഛൻ്റെ കടമയെ വില വയ്ക്കാതെ ഒരു മക്കളും തന്നിഷ്ടം കാണിക്കാൻ പാടില്ല. ഒരുത്തനും അച്ഛനേക്കാൾ വലിയ രക്ഷകനായി അവർക്ക് മുമ്പിലേക്ക് വരാനും പാടില്ല. അത്രമാത്രം കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച ഓരോ അച്ഛനും തന്റെ മക്കളെ വളർത്തിയെടുക്കുന്നത്. ചിറക് വിടർത്തി പറക്കാനാവുന്ന സമയത്ത് പറന്നുപോയിക്കോട്ടെ, പരാതിയില്ല, സങ്കടവുമില്ല. പക്ഷെ അതിനു മുമ്പ് സുരക്ഷിതമല്ലാത്ത ആകാശം നോക്കി പറന്ന ചിറകറ്റ് വീഴില്ലെന്ന് എന്താ സാർ ഉറപ്പ്? മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു അച്ഛന് അത് സഹിക്കാൻ പറ്റൂ? എനിക്ക് പറ്റില്ല. എന്റെ മകൾ എന്താകൂന്നോർത്ത് ഇനി എനിക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ പോലും പറ്റില്ല സാർ. സാർ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ മോളെ കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ എത്തിച്ച് തരണം സാർ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അച്ഛൻ പറഞ്ഞ അവള് കേൾക്കും. ഒരു തവണ എനിക്ക് അവളെ കാണാൻ സാധിച്ചാൽ മതി.
ഈ പരാതി ആനന്ദമാഷ് എന്ന അച്ഛന്റെ കണ്ണീരും കൂടെ ചേർത്ത് വെച്ച് ഞാൻ സ്വീകരിച്ചിരിക്കും. മാഷിന്റെ മകളെ ഞാൻ മാഷിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. ഇത്രയും നാൾ മകളെ സ്നേഹിച്ച് വളർത്തിയ അച്ഛനേക്കാൾ വലുതല്ല ഇന്നലെ കണ്ട് പരിചയപ്പെട്ട ഒരു കാമുകൻ. നന്ദി. മാഷിന്റെ മകളെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ മാഷിന് കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള എല്ലാ മക്കൾക്കും ഒരു പാഠമായിരിക്കും. മാഷ് ധൈര്യമായിട്ട് വയ്ക്കോ. താമസിയാതെ ഒരു ഗുഡ് ന്യൂസുമായി ഞാൻ മാഷിനെ വിളിക്കും. ഞാൻ മാഷിനെ വിളിച്ചിരിക്കും. നന്ദി സാർ. മതി. ശരി സാർ. ശരി സാർ. ശരി. അമ്മ എന്ത് പണിയെ കാണിച്ച്? എന്റെ ഷോപ്പിന്റെ കാര്യം സംസാരിക്കാന്ന് പറഞ്ഞല്ലേ അമ്മ പഞ്ചരത്നത്തിൽ പോയത്. എന്നിട്ട് അവിടെ ചെന്ന് അച്ഛനോട് ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? എടാ, ഞാനതിനില്ലാത്ത കാര്യമൊന്നും മാഷിനോട് പറഞ്ഞില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ മാഷെല്ലാം അറിയേണ്ടതല്ലേ? അതിന് അച്ഛനെ ഒന്നും അറിയിക്കാതെ മഞ്ചാടിയുടെ കാര്യം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വെച്ചത്. അപ്പൊ പിന്നെ അമ്മ അവിടെ ചെന്ന് ആ വാർത്ത ഒരു ബോംബ് പോലെ പൊട്ടിക്കുന്നത് ശരിയാണോ? നിന്റെ അമ്മ ചില ബോംബുകൾ കൊണ്ടു നടക്കുന്നതേ ആവശ്യത്തിനെടുത്ത് പൊട്ടിക്കാൻ വേണ്ടി തന്നെയാ. ആ ഷോപ്പ് നിനക്ക് തരുന്നതിനെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണമെന്ന് മാഷിനോട് ഞാൻ കൈകൂപ്പി കെഞ്ചി പറഞ്ഞിട്ടും അയാളത് ചെവിക്കൊണ്ടില്ല. അതിനു മുമ്പ് 50 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അമ്പിളിയെ വശത്താക്കി വെച്ചിരിക്കുകയായിരുന്നു. അവള് പറഞ്ഞ ആ രഘു അത് കേൾക്കുമായിരുന്നു. എന്നിട്ട് ആ കിഴങ്ങ് മാഷ് അത് അവഗണിച്ചു കളഞ്ഞു. അയാൾക്കും അയാളുടെ അനുപമ മോൾക്കുവേ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അപ്പോ ആ മണ്ടിക്കിട്ട് ഞാനൊരു കൊട്ടു കൊടുക്കണ്ടേ ഇന്ദ്ര? അല്ലാതെ ഞാൻ അയാളുടെ മുമ്പിൽ തോറ്റ് 10 മടക്കി വരണമായിരുന്നോ? അതല്ലമ്മേ, മഞ്ചാടിയുടെ വിവരം അറിഞ്ഞപ്പോ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അനുവിന്റെ അടുത്ത് പോയിരുന്നു. എന്തിന്? അതിനെക്കുറിച്ച് നീ അവളോട് എന്ത് സംസാരിക്കാനാ? എന്നിട്ട് അവള് നീയുമായി അനീത്തിയുടെ കാര്യം സംസാരിച്ചോ? ഇല്ല, പിന്നെ ഞാൻ വിഷുമനെ കൂടി ഇന്ന് കാണാമല്ലോ എന്ന് കരുതി പോയതാ. നീ വന്ന് അവളുടെ അടിമയായിക്കൊണ്ടിരിക്കുവാണല്ലോ ഇന്ദ്ര. ദേ, ഇനി എങ്ങനെ നീ അവളെ പോയി കണ്ടു എന്നറിഞ്ഞ അപ്പൊ പറയാം.